ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 സേ എക്സാമിൽ ആർക്കൊക്കെ നമുക്ക് സേവ് ബാച്ച് എഴുതാം? 2025 നമുക്ക് എക്സാം ജൂൺ 2025 വരുന്ന എക്സാമിൽ ആർക്കൊക്കെ നമുക്ക് സേവ് ബാച്ചിലെ ഈ ഒരു ബാച്ചിൽ എക്സാം നമുക്ക് എഴുതാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫെയിൽഡായ എല്ലാ കുട്ടികളും നിർബന്ധമായും സേവ് ബാച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സേവ് ബാച്ച് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്കൊരു കൊല്ലം നഷ്ടപ്പെടാതെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നിങ്ങളെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആരും തന്നെ തോറ്റു എന്ന് കരുതിയിട്ട് സേവ് ബാച്ച് എഴുതാതെ വിഷമിച്ചിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സേ എക്സാം എഴുതേണ്ടത് ആരൊക്കെയെന്ന് പറഞ്ഞു തരാം. ഡബിൾ പാസ് മാർക്ക്, അതായത് 80-ലാണെങ്കിൽ 48, 60-ലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 36. ഏതിലാണ് അത് രണ്ടും വേണ്ടത്? TE എക്സാം കേട്ടോ. നിങ്ങളുടെ എക്സാം റിസൾട്ടിൽ TE എന്ന് പറഞ്ഞ് എഴുതിയ ടോട്ടൽ മാർക്ക് 48-നും 36-നും മുകളിലല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതിന് താഴെയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ ഒരു മാർക്കാണ് കുറവുള്ളൂ, 47 അല്ലെങ്കിൽ 35 ആണെങ്കിൽ പോലും നിങ്ങൾ ഫെയിൽഡാണ്. ഇങ്ങനെ ഫെയിൽഡായ എല്ലാ കുട്ടികളും സേ എക്സാം എഴുതാം. +1-ലെയും +2-ലെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് +2-ൽ ചിലപ്പോൾ 2 മാർക്കോ 3 മാർക്കോ ഉള്ളതെങ്കിൽ പോലും +1-ൽ ഒരു 50 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. അപ്പോൾ +1-ഉം +2-ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ TE മാർക്ക് ശ്രദ്ധിക്കുക. ഇപ്പോഴും ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. TE മാർക്ക് ശ്രദ്ധിച്ചിട്ട് അതിൽ ഡബിൾ പാസ് ഇല്ലാത്ത എല്ലാ സ്റ്റുഡൻസും സേ എക്സാം എഴുതണം. അവർക്ക് സേ എഴുതിയാൽ മാത്രമേ അവർ +2 പാസ്സാവുള്ളൂ. ഓക്കെ, അപ്പോൾ സേ എക്സാം എഴുതേണ്ടവരെല്ലാവരും എത്രയും വേഗം ആപ്ലിക്കേഷൻ കൊടുക്കുക. 27th മെയ്യിനുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് നമ്മുടെ ഈ എക്സാം എഴുതാനുള്ള യോഗ്യത നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എത്രയും വേഗം, ഇപ്പോൾ ഒരു വിഷയം ആയിക്കോട്ടെ, 2 വിഷയം ആയിക്കോട്ടെ, 3 വിഷയം ആയിക്കോട്ടെ, എത്രയും വേഗം ആ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മിസ് കൊമേഴ്സ് സേ ബാച്ച് 2025 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ കൊമേഴ്സ് സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ദിവസം നമ്മൾ അഡ്മിഷനാണ് എടുക്കുന്നത്. മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് 26-നാണ്. മെയ് 26-ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഈ നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. വിളിക്കണ്ട, കാരണം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടുഡേ നൈറ്റ്, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം മെസ്സേജ് അയച്ചാൽ നൈറ്റിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും മെസ്സേജിന് റിപ്ലൈ മിസ് തന്നെ നൽകുന്നതാണ്. കോൾ ചെയ്യേണ്ട ഒരാളും ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ എവ്രി വൺ. അപ്പോൾ സേ ബാച്ച് +2 ഫീൽഡായ കുട്ടികൾ വിഷമിച്ചിരിക്കാതെ എത്രയും വേഗം സേ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.